ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഷാജിൻ്റെ കണ്ടന്റ് ചെയ്ത് എനിക്ക് മടുത്തു. സീരിയസ്ലി ഞാൻ പറയാലോ, നിങ്ങളിത് പിന്നെയും അയച്ചു തരുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ അയച്ചു തന്ന ഒരു സാധനം, അവരുടെ ഒരു ലൈവ്, അത് ഭയങ്കര മോശമാണ്. എനിക്കൊരു മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൈസിക്കാന്റെ വൈഫിനെ കുറിച്ച് ഈ ഷാജി പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യാം എന്നുള്ളതല്ലാണ്ട് ഈ ഷാജി എന്ന് പറയുന്ന സ്ത്രീയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്താ പറയാ, ഇങ്ങനെ ചിലപ്പോൾ ഇവരും ബിഗ് ബോസ് കയറാൻ വേണ്ടി നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിച്ച് ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കണം. കാരണം എനിക്ക് തോന്നുന്നു വൈറ്റനിങ് ക്രീം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പൊ ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒന്നിനോടും എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല ചേച്ചി, സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇവരുടെ നാട്ടിലുള്ള ചൈൽഡ് ലൈനിന്റെ എന്തെങ്കിലും എന്താ പറയാ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പേഴ്സണലി കംപ്ലൈന്റ് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, ഇവരുടെ കുഞ്ഞുമക്കളെ പ്രായപൂർത്തിയാവാത്ത, അതിൽ ഒരു മക്കളും, ഇവരുടെ 5 മക്കളിൽ ഒരാളും പ്രായപൂർത്തിയായവരില്ല, എല്ലാവരും മൈനർ തന്നെയാണ്. ഈ കുട്ടികളെ ഇരുത്തിയിട്ടാണ് ഇവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുള്ളത്. അതായത് കൈസിക്കാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ റീച്ചിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് കിടക്കുന്ന രംഗങ്ങൾ പകർത്തി വെച്ച് അത് പിന്നെ അപ്ലോഡ് ചെയ്യുക. എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറയുന്നത്? എല്ലാവരും ഷാജി എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് താത്ത? അല്ല, നിങ്ങളുടെ ഉമ്മാന്റെ പിന്നെ ഈ പറയുന്ന പോലെ അടിവസ്ത്രം മാത്രം ഇട്ടിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള മനക്കെട്ടി നിങ്ങൾക്കുണ്ട്. അത്രയും വൃത്തികെട്ട നീചമായ സ്ത്രീയാണ് നിങ്ങളെന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങൾ ആ ഗണത്തിൽപ്പെടുത്തരുത്. മനസ്സിലായില്ലേ? എന്ത് മോശം സ്ത്രീയാണ് നിങ്ങള്. നിങ്ങളൊരു സ്ത്രീയാണോ? എന്നിട്ടാണ് നിങ്ങൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഞാൻ എവിടെയും കൈസിക്കാന്റെ വീഡിയോയില് നിങ്ങളെ അവരൊരു മോശം സ്ത്രീ ആയിട്ട്, വളരെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ആയിട്ട് ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ നിങ്ങളെ തിരിച്ച് ചീത്ത വിളിക്കുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതൊക്കെ എന്താണ് ചേച്ചി? നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അതിന്റെ ഇടയിൽ ചന്ദനക്കടത്ത് വേറെ. ഇവരെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവരുടെ ഉമ്മ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചന്ദനം മുറിച്ച് വിറ്റിട്ടുണ്ട്, ഇവർക്കത് അറിയാന്നൊക്കെ. ഫോറസ്റ്റുകാരോടാണ് അതൊക്കെ എന്ന് അന്വേഷിച്ച് എന്താ വേണ്ട നടപടികൾ കാര്യങ്ങൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടങ്ങിയനെ. മനസ്സിലായില്ലേ? കണക്കിന് കൈസിക്കാക്ക് കേസ് കൊടുക്കാം. കൈസിക്കാക്ക് മാത്രമല്ല, ഷെഫീന ബീവി, അവർക്കും കേസ് കൊടുക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അരയ്ക്ക് താഴെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിനെ ബോഡി ഷേമിംഗ് എന്നല്ല അതിനെ പറയേണ്ടത്. ഏത് രീതിയിലാണ് ഈ പറയുന്ന ഷാജി സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. എടി നിനക്ക് അരക്ക് താഴെ ഇതില്ല. എന്റെ പൊന്നേച്ചി, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം നമ്മളെ ദൈവം അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ വരുന്നതല്ല. അത് വന്നു പോകുന്നതാണ്. ആർക്കും സംഭവിക്കാം. ഈ ഇരിക്കുന്ന എനക്കും സംഭവിക്കാം. ഞാൻ ഈ ഇരുപ്പി പാരലൈസ്ഡ് ആയി പോവാം, കോമയിലായി പോവാം. നിങ്ങൾക്ക് തീരെ അന്തമില്ലേ? തീരെ അന്തമില്ലേ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നതിനൊന്നും? എന്നിട്ട് പിന്നെ എല്ലാം ഇവർക്ക് കണക്കിനുണ്ടല്ലോ, കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 കേസ് എടുക്കാനുള്ള വകുപ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് കാരണം. ചന്ദനം കടത്തുന്ന എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചന്ദനം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിനോട് പറയണമെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ഞാൻ മുറിച്ചു. ആരോ പോയി പറഞ്ഞ് ഫോറസ്റ്റുകാർ വന്നിട്ട്, മോളെ ഷാജിദ മോളെ പോറ്റൊന്ന് തപ്പെടുത്ത് വെക്കടോ, ആശുപത്രിക്ക് അഞ്ഞിട്ടില്ലേടാ, ചന്ദനം മുച്ച് കത്താൻ പാടില്ലാന്ന് ഷാരുമാര് പഞ്ഞിട്ടരാ, അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ചന്ദനം മുറിച്ച് കടത്താൻ നോക്കിയ സമയത്ത് ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു, മോളെ മോക്ക് അറിയാത്തോണ്ടല്ലേ ഉള്ളാ കുഞ്ഞെല്ലാം ഇവിടെ ശങ്കം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതല്ല അത്രയും മറ്റേ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകാർ ആരാണെന്നുള്ളതും കൂടി ഒന്ന് അറിയണമായിരുന്നു. ഇനിയും കടത്തും. ഇവര് കാരണം വർഷങ്ങളായിട്ട് ഇവരുടെ ഉമ്മയും ഇതാണ് ചെയ്യുന്നതെന്നാണ് ഷാജി പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാരാണ് അന്വേഷിക്കേണ്ടത്, അത് നമ്മളല്ല. എന്ത് തന്നെ ആയാലും എനിക്ക് വേറെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവരുടെ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം ഒരിക്കലും ഈ പറയുന്ന ആളുടെ കയ്യിൽ മക്കൾ സുരക്ഷിതരല്ല.
നിങ്ങളിത് പറയിപ്പിച്ചതാണ് താത്ത. ഐ എം വെരി സോറി ടു സേ ദിസ്. നിങ്ങളിത് പറയിപ്പിച്ചതാണ്. കാരണം ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളും നടത്താൻ പാടില്ലായിരുന്നു. ഈ പറയുന്ന കൈസിക്കാന്റെ വൈഫിനെ ഉമ്മാനെ കുറിച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഷഫീനത്ത് അവരുടെ വയ്യായ്മയൊക്കെ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഒരാളെ മരണത്തെ വരെ കളിയാക്കിയ നിങ്ങള് അല്ല എന്റെ ഞാൻ ചിന്തിക്കുന്നതല്ല, നാളെ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇല്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ പരിതാപകരമാണ് ചേച്ചി നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് തരുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ എന്തിനാണ് ഇങ്ങനെ കളയുന്നത്? ഇവരുടെ നാട് എവിടെയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ഏരിയയിലുള്ള ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലുള്ള പാരന്റ്സ് ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്കൂളിൽ പോയി പറഞ്ഞ് ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, ഇവർക്ക് ഈ പറയുന്ന ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ ചൈൽഡ് ലൈൻ ഇതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. കാരണം ഇവര് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ഞാനും മക്കളും കൂടിയിട്ടാണ് ചന്ദനം മുറിച്ച് ഇതൊക്കെ മക്കളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് വളരെ മോശം രീതിയിൽ ആ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ശരിയാണ്, നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ മക്കളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര മോശമാണ് ചേച്ചി ഇതൊക്കെ. സീരിയസ്ലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളേതായിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇത് ഞങ്ങളെ കുടുംബത്തിൽ പല പ്രശ്നം ഉണ്ടാവുകടാ, നിങ്ങൾ എന്തിനാ നോക്കുന്നത് എന്നൊക്കെ. നിങ്ങളുടെ ഉമ്മാനെ ആരും അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്തതല്ല. മനസ്സിലായില്ലേ? നിങ്ങളെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് തുടക്കത്തിലെ ഈ വീഡിയോസിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അനിയത്തിന്റെ പ്രശ്നമാണെങ്കിലും ഏട്ടത്തിന്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഏട്ടത്തിന്റെ കുടുംബത്തിലെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളാണ് ഇത് നിങ്ങളുടെ ചാനലിൽ. നിങ്ങളത് നിങ്ങളുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് ആൾക്കാർ എടുത്തോണ്ട് പോവും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇടുന്നു ഡിലീറ്റ് ആകുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സോഷ്യൽ ഏരിയയിൽ ഒരു സാധനം നമ്മൾ ഇടുന്ന സമയത്ത് ഒരു 10,000 പ്രാവശ്യം ആലോചിച്ചാൽ പോലും കൈവിട്ട് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന പല അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഇവരിങ്ങനെ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബക്കാരും തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും, ഞങ്ങൾ പറഞ്ഞു തീർത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വഷളാവൂലായിരുന്നു. നിങ്ങൾ പറഞ്ഞു തീർക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ? ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ട് വ്ളോഗ് എടുത്തിട്ട് ഇതെന്റെ ഉമ്മ, ഇതെന്ന ആള്, പിന്നെ ഈ ഉമ്മ എന്നല്ല, പിന്നെ എടി, ഇത് എന്തൊക്കെയാണ് ഉമ്മനെ പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിക്കും കൂത്തും അതൊക്കെ അവിടെ കാണിക്കണം, പിന്നെ ഞങ്ങൾ ശരിയാവും. നിങ്ങൾ ആരും ഇടപെടാൻ പാടില്ല. അത് നടക്കൂല. നിങ്ങൾ നിങ്ങളുടെ 4 ചുമരിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. ആർക്കും അതിലൊരു എതിരഭിപ്രായവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളാണിപ്പോൾ പറഞ്ഞ പോലെ കുടപ്പുറപ്പുകളാണ്, പിന്നെ കുടുംബമാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പബ്ലിക്കിൽ കൊണ്ടുവരുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഉമ്മാന്റെ ഗതികേട് കൊണ്ടാണ് അവർക്ക് കൈസിക്കാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയേണ്ടി വന്നത്. നിങ്ങൾക്കിപ്പം പേടിയാണ്. ആക്ച്വലി വേറെയും കുറെ കാര്യങ്ങൾ പുറത്തു വന്നാലോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ ചേച്ചി, പിന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശരിയായിട്ട് ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രിപ്പോ കാര്യങ്ങളോ നിങ്ങളുടെ സന്തോഷങ്ങളോ അതെല്ലാം പങ്കുവെക്കുന്നതിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അവരെയും കൂടി നിങ്ങൾ ഇനി വെറുപ്പിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. രണ്ടാമത്തെ കാര്യം, വളർന്നു വരുന്ന നിങ്ങളെ മക്കളുണ്ട്. അവരെ നല്ല രീതിയിൽ വളർന്നു വരണം ഈ സമൂഹത്തിൽ എന്നുള്ളത് നിങ്ങളും കൂടി, നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഇല്ലേ? നിങ്ങളെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണം എന്നൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. എൻ്റെ പൊന്നേച്ചി, ഈ യൂട്യൂബും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ശാശ്വതമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൗഹൃദങ്ങൾ, നിങ്ങൾ പറയുന്ന ഈ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അതൊക്കെ എപ്പോഴും സ്റ്റേബിളായിട്ട് നിന്ന് കൊള്ളണം എന്നുമില്ല. അതൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സ്നേഹത്തോടെയാണ് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ നടത്തിയിട്ടുള്ള പിന്നെ പദപ്രയോഗങ്ങളാവട്ടെ, പിന്നെ നിങ്ങളെ സംസാരിച്ച രീതി ആവട്ടെ, വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ, കൈസിക്കാനൊക്കെ സമ്മതിക്കണം. ഇത്രയും ഈ സ്ത്രീ പറയുന്ന കേട്ടിട്ട് ആ ചങ്ങായിക്കൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഞാൻ പറയാം ഷാഹിദത്ത, നിങ്ങൾ പറയല്ലോ, നിങ്ങൾ ഈ കേസ് നിങ്ങൾ പറയുന്നില്ലേ, അതേ കേസ് ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എല്ലാ വീഡിയോസും കാര്യങ്ങളും അവരുടെ കയ്യിൽ സ്റ്റോക്ക് ആയിരിക്കും.
കൈസിക്കാന്റെ വൈഫിനെ ഉമ്മാനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള ആ സാധനം തന്നെ മതി. മനസ്സിലായില്ലേ? പിന്നെ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെ ചാനൽ പിന്നെ പണ്ടാരടക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഷെഫീന ബീവി അവരാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് നല്ല ചുട്ട മറുപടി രണ്ടാമത് തന്നിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വോട്ടെവർ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യ് ദയവ് ചെയ്തിട്ട്. മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടെങ്കിലും